ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. സോ എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ട് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 100 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും മാക്സിമം അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. മുഷാക ബക്കങ്ക എന്ന് പറയുന്ന നോർവേജിയൻ താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് എഫ് സി. അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡാണ്, 31 വയസ്സുണ്ട്. ഇപ്പോൾ വിത്തൗട്ട് ദി ക്ലബ്ബ് നിൽക്കുന്ന താരമാണ്. പക്ഷേ ഒരു വേറെ ലെവൽ താരമാണ് അദ്ദേഹം. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിരിക്കുന്നത് ഗ്രീസ് ടോപ്പ് ടയർ ക്ലബിന് വേണ്ടിയാണ്. അവിടെ ഏതാണ്ട് 22 മത്സരം കളിച്ചു, 8 ഗോളും 4 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അതായത് ഒരു എബോ ആവറേജ് പെർഫോമൻസ് എന്ന് തന്നെ പറയും ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഗ്രീസ് ലീഗ്. നോർവേ നാഷണൽ ടീമിന് വരെ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു മത്സരം ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, അതായത് നോർവേക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നോർവേ ടോപ്പ് ടയറിലാണ് അദ്ദേഹം ഏതാണ്ട് 150ഓളം മത്സരം കളിച്ചിരിക്കുന്നവർ, 60ഓളം ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ ബെൽജിയം ഫസ്റ്റ് ടയർ ലീഗ്, ഗ്രീസ് ഫസ്റ്റ് ടയർ ലീഗ്, ജപ്പാൻ അതായത് J1 ലീഗിലും J2ലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സോ അവിടെ എല്ലാം നല്ല സ്റ്റാറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മികച്ച സൈനിങ് എന്ന് തന്നെ പറയാം പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അവസാനമായിട്ട് കളിച്ചത് ഗ്രീസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ 22 കളിയിൽ നിന്ന് 8 ഗോളും 4 അസിസ്റ്റും എന്ന് പറയുന്നത് വളരെ നല്ലൊരു സ്റ്റാറ്റാണ്. നമുക്കറിയാം മുംബൈ സിറ്റി എഫ് സിയുടെ പുതിയതായിട്ട് വന്ന ഒരു സ്ട്രൈക്കർ ഗ്രീസ് ലീഗ് കളിച്ചാണ്, പക്ഷേ അദ്ദേഹത്തിന് അത്ര നല്ല സ്റ്റാർട്ട് പോലും ഇല്ല. പക്ഷേ ഇദ്ദേഹത്തിന് നല്ലൊരു സ്റ്റാർട്ടുണ്ട് ഗ്രീസ് ലീഗിൽ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം J2ൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഏതാണ്ട് 20 മുകളിൽ മത്സരം കളിച്ചു, 4 ഗോളേ നേടിയുള്ളൂ. അതായത് ഒരു ഗ്രീസ് ടോപ്പ് ടയർ ലീഗിൽ ഇത്ര ഗോൾ അടിച്ച താരം J2ൽ, അതായത് ഒരു സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ അത്ര കുറച്ച് ഗോൾ നേടിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതായത് നമ്മുടെ ഡൈസുക്കെ സക്കായി വരെ J2ൽ ഏതാണ്ട് 8 ഗോളും 5-4 അസിസ്റ്റ് ചെയ്തിട്ട് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. സോ ഒരു J2 ലീഗിലല്ല അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത്, ഗ്രീസ് ലീഗിലാണ്. സോ അതെന്താണെന്ന് മാത്രം അറിയില്ല. സോ എന്തെങ്കിലും ഇഞ്ചുറി കാരണമായിരിക്കും. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് ക്വാളിറ്റി പ്ലെയർ തന്നെയാണ്, മികച്ചൊരു ഫിനിഷറാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻ കപ്പ് സ്ക്വാഡൊക്കെ അനൗൺസ് ചെയ്തു. ആ ഒരു ഡ്യൂറൻ കപ്പ് സ്ക്വാഡിൽ നമുക്ക് പ്രബീർ ദസിനെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം എന്തെന്ന് പലരും ചോദിച്ചിരുന്നു. അതിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂമറായിട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം എന്തോ പേഴ്സണൽ റീസൺ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലൂടെ ഇപ്പോൾ പോയിരിക്കുകയാണ്. അത് ഫാമിലിയുടെ അടുത്താണ്. സോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ഡ്യൂറൻ കപ്പ് കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ മിക്കവാറും നമുക്ക് പ്രബീർ ദസിനെ കാണാൻ സാധ്യതയില്ല ഈ ഒരു ഡ്യൂറൻ കപ്പിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്.